everyone and welcome to my new video log. ഇന്നത്തെ വീഡിയോ ലോഗിൽ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ എന്തെന്നാൽ ഇറ്റ്സ് കോൾഡ് ഡിജിറ്റൽ വാലറ്റ്. ഡിജിറ്റൽ വാലറ്റ് ആരുടെ ഡിജിറ്റൽ വാലറ്റ്? STCയുടെ. STC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അത് സുപരിചിതമാണ്. സൗദി ടെലികോം കമ്പനിയാണ് STC പുതിയതായിട്ട് പുറപ്പെടുവിച്ച ഒരു പുതിയൊരു വാലറ്റിൻ്റെ പേരാണ് STC പേ. എന്താണ് ഈ STC പേ എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഇത് റൺ ത്രൂ ആയിക്കഴിഞ്ഞു. നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കണമെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ മണി ട്രാൻസ്ഫർ യൂസ് ചെയ്തുകൊണ്ടിട്ട് നാട്ടിൽ ഒരുപാട് പോസ്റ്റ് ഓഫീസുകളുണ്ട്, അതുപോലെ വെസ്റ്റേൺ യൂണിയൻ്റെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. എവിടെ വേണമെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്തിൻ 2 minutes 2 മിനിറ്റിനകത്ത് നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ ആരാണോ ആ ആളിന് നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്നും, അതായത് വെസ്റ്റേൺ യൂണിയൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ വീഡിയോയുടെ ഇതിന് ശേഷം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും കാണുക. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോഴത്തേക്കുള്ള ഒരു വലിയ ക്യൂ തന്നെ ഒഴിവാക്കി നമുക്ക് കിട്ടും. അതുപോലെ നമുക്കിപ്പോൾ ATM ത്രൂ ചിലപ്പോൾ അയക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും. നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇപ്പോൾ സാലറി വരുന്ന അക്കൗണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു പേയിലേക്ക് അല്ലെങ്കിൽ STC പേ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി നാട്ടിലേക്ക് പൈസ അയക്കാം. എനി ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു STC പേ. സാധാരണഗതിയിൽ നമുക്ക് ATM നിന്ന് പൈസ എടുത്തിട്ടായിരിക്കും നമ്മൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യുക. അതിൻ്റെ ഒരു ആവശ്യവും നമുക്ക് വരുന്നില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിലുകൾ മാത്രമേ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതുള്ളൂ. ആ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ജസ്റ്റ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് ആരുടെ പേരിലാണോ അയക്കേണ്ടത് അത് ഡയറക്റ്റ്ലി അയച്ചു കൊടുക്കാനും പറ്റും. പേടിക്കേണ്ട, നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസും ഇതൊന്ന് ഹാക്ക് ചെയ്ത് പോകാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് അത് ആക്സസ് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് ഇത് അത്രയും പ്രൈവറ്റ് സെക്യൂർഡ് ആയതുകൊണ്ടിട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് ബാക്കി വീഡിയോ കണ്ടതിന് ശേഷം സംസാരിക്കാം. തൽക്കാലം നമ്മളിപ്പോൾ ആപ്പിൾ സ്റ്റോറിനകത്തേക്ക് കയറിയിട്ട് STC പേ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആക്കി കിട്ടും. സോഫ്റ്റ്വെയർ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും നമുക്ക് വരിക. ഇങ്ങനെയായിരിക്കും സാധാരണ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് നമ്മുടെ ഒരു വെരിഫിക്കേഷൻ കോഡ് കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഇക്കാമ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൂടെ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്ത് മാത്രം മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി STCയുടെ ഒരു പാസ്കോഡ്, ഈ ഒരു സോഫ്റ്റ്വെയറിന് നമ്മളൊരു പാസ്കോഡ് കൊടുത്ത് സെക്യൂർ ചെയ്യുക. നമ്മളൊരു ഫേസ് ID കൂടി നമുക്ക് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു കോൺടാക്ട്സ് കൂടി നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ആക്സസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ മിസ്സിംഗ് ഇൻഫർമേഷൻ വേറൊന്നുമല്ല, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ഒക്കെ കാണിച്ചുകൊണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് എൻ്റർ ചെയ്ത് കസ്റ്റമർ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഒന്നുകൂടി ഈ ഒരു പ്രൊഫൈൽ ഞാനൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാണ്, കൺഫേംഡ് ആണ്, വെരിഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്കത് വെരിഫൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ സോഫ്റ്റ്വെയർ ഞാൻ ജസ്റ്റ് ഒന്ന് റീഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടില്ലേ ഒരു QR കോഡിൻ്റെ ഒരു സ്കാനിങ് വരുന്നുണ്ട്. ഈ സ്കാനിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് പർച്ചേസും വേണമെങ്കിലും നമുക്ക് ഏത് ഷോപ്പിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും എന്നുള്ളതിന് എൻ്റെ വേറൊരു ആഡഡ് അഡ്വാൻറ്റേജ്. നമ്മളിപ്പോൾ തൽക്കാലം മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ആദ്യം പൈസ ആഡ് ചെയ്യാനായിട്ട് 3 ഓപ്ഷനാണുള്ളത്. ഒന്നിൽ ക്യാഷ് നമുക്ക് ഏതെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സദാത് ത്രൂ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. അതുമല്ലാന്നുണ്ടെങ്കിൽ 2 ബാങ്ക് അക്കൗണ്ടിൻ്റെ IBANs ഇവർ തന്നെ ഈ ഒരു STC പേ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബാങ്ക് ത്രൂ നമുക്ക് ഇതിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യും. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് നോക്കട്ടെ. ഒരു 20 റിയാൽ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ജസ്റ്റ് നമുക്ക് എത്രയാണോ എമൗണ്ടെന്ന് നമ്മൾ കൊടുക്കുക, എത്ര എമൗണ്ടാണ് നമ്മൾ ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക.
കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ കാർഡിൻ്റെ ഫുൾ നെയിം, അതുപോലെ കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, അതുപോലെ CVV നമ്പർ. CVV നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഡിൻ്റെ പിന്നിലുള്ള ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. ഈ 3 ഡിജിറ്റ് നമ്പർ കൂടി നമ്മൾ എൻ്റർ ചെയ്ത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു എത്രയാണോ എമൗണ്ട് നമ്മൾ അതിലേക്ക് ക്രെഡിറ്റ് ആയി കിട്ടുന്നത്. വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കണ്ടില്ലേ, നമ്മൾ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 20 റിയാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, ഈ ഒരു വാളറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫറായി കിട്ടി. നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക, നമ്മൾ ആ ഒരു എമൗണ്ട് അതിനകത്ത് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്യുക. കണ്ടില്ലേ, ക്രെഡിറ്റ് ആയത്. ഇനി നമ്മളൊന്ന് സെൻഡ് മണി ആർക്കാണോ നമ്മൾ ആർക്കെങ്കിലും അയക്കാനുള്ളവർക്ക് നമ്മളൊന്ന് അയക്കണമല്ലോ. അപ്പോൾ ഒന്ന് സെൻഡ് മണി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ആർക്കാണ്, ഒന്നിൽ ഫ്രണ്ടിന് ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കൽ അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ റെമിറ്റൻസ്. നമുക്കിപ്പോൾ തൽക്കാലം ഇൻ്റർനാഷണൽ റെമിറ്റൻസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. കണ്ടില്ലേ, അതിൻ്റെ ഒരു വെസ്റ്റേൺ യൂണിയൻ്റെ ത്രൂ ആണ് നമ്മൾ കൊടുക്കുക. അതിലിപ്പോൾ നമ്മളിപ്പോൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആരെ വേണമെങ്കിലും നമുക്കിപ്പോൾ എത്ര ഫാസ്റ്റായിട്ടാണ് ബെനിഫിഷ്യറി ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ജസ്റ്റ് ബെനിഫിഷ്യറിയുടെ ആഡ് കൊടുത്തതിന് ശേഷം പേര്, ലാസ്റ്റ് നെയിം, അത് ഏത് കൺട്രി ആണ് എന്നുള്ളത് മാത്രം നമ്മൾ കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു ബെനിഫിഷ്യറി നമ്മുടെ ഈ ഒരു STC പേയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഒരു ബെനിഫിഷ്യറി ഒന്ന് ആഡ് ചെയ്ത്, ഒരാളുടെ പേര് ആഡ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് തന്നെ അവർ അപ്രൂവലും തന്നു കഴിഞ്ഞു. അയ്യോ, ഇത്ര ഫാസ്റ്റാണെന്ന് ഞാനും വിചാരിച്ചില്ല. എനിവേ, നമുക്കിനി കണ്ടില്ലേ, അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ സെൻഡ് മണി എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ആളുടെ പേരിലേക്ക് നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ എത്ര പേര് ആഡ് ചെയ്യുന്നു അത്രയും നമ്മൾ ലിസ്റ്റിൽ നമുക്ക് കാണിക്കുകയും ചെയ്യാം. ആർക്ക് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി സെൻഡ് മണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൊക്കേഷൻ കൂടെ ആക്സസ് ചെയ്യാനായിട്ട് കൊടുക്കുക. കാരണം എവിടെ നിന്നാണ് അയക്കുന്നതെന്ന് കൂടെ ഒന്ന് തെളിയിക്കാനായിട്ട്. അത് ഓക്കെ കൊടുത്തതിന് ശേഷം എത്രയാണ് എമൗണ്ട്, ഇപ്പം ഇപ്പോൾ തൽക്കാലം നമ്മൾ 20 ആഡ് ചെയ്തു. 20 ആഡ് ചെയ്യുമ്പോൾ ഒരു 4 റിയാൽ ഒരു 4 റിയാൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒരു ട്രാൻസ്ഫർ ഫീസും കൂടെ ചേർത്തിട്ട് 4 റിയാൽ നമുക്ക് കൊടുക്കാം. 4 റിയാൽ ആകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഫാമിലി സപ്പോർട്ട് കൊടുക്കുക. അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൂടെ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് നമുക്ക് കിട്ടുന്നത്, നെക്സ്റ്റ് പേജ് വരൂ. അടുത്ത പേജിലേക്ക് നമ്മൾ വരുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ കൺഫർമേഷൻ ഡീറ്റെയിൽ ആണ്. എത്രയാണ് ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ്. കണ്ടോ, ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ റേറ്റിനേക്കാളും 5 പൈസ കൂടുതലാണ് കാണിക്കുന്നത്. അതുപോലെ ട്രാൻസ്ഫർ ഫീ 15 റിയാൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ വാറ്റ് എമൗണ്ടും മാത്രമേ നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ വളരെ തുച്ഛമായ റേറ്റ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. മൊത്തത്തിൽ അത് എത്രയാണോ അതിൻ്റെ ട്രാൻസ്ഫർ എമൗണ്ട് എത്ര അവിടെ കിട്ടും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ നമുക്കത് കിട്ടുന്നു. അത് നമ്മൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടത് എത്ര സെക്കൻഡ് കൊണ്ടിട്ട് അവിടെ ട്രാൻസ്ഫർ ആവും എന്നുള്ളതാണ്. ഹിയർ വി ഗോ ആൻഡ് വി പ്രസ്സിങ് ഓക്കെ. 1 2 3 4 5 5 സെക്കൻഡ് കൊണ്ടിട്ട് നമുക്ക് എമൗണ്ട് അവിടെ ട്രാൻസ്ഫർ ആയത് മെസ്സേജും വന്നു കഴിഞ്ഞു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമല്ലോ. നമുക്ക് വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂവോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ നമുക്കിത് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സേവ് ചെയ്ത് വെക്കാനും പറ്റും. നമ്മൾ ജസ്റ്റ് ഇനി നോക്കേണ്ടത് ഇതിൻ്റെ റെമിറ്റൻസ് ഡീറ്റെയിൽസ് ആണ്. നമുക്ക് റെമിറ്റൻസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വന്ന് നമ്മൾ ആ റെമിറ്റൻസ് ഓക്കെ കഴിഞ്ഞു, നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞു ഇല്ലെന്ന് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് എടുക്കണമല്ലോ. റെമിറ്റൻസ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആർക്കാണോ ഇപ്പോൾ അയച്ചതിൻ്റെ ഡീറ്റെയിൽ കണ്ടോ, കംപ്ലീറ്റ് നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ലഭ്യമാണ്. അതിൻ്റെ റിസീപ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാം. എത്രയാണ് നമ്മൾ അയച്ചത്, എന്നാണ് അയച്ചത്, എത്രയായിരുന്നു അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പർ എത്രയായിരുന്നു എന്നുള്ളതിൻ്റെ ഫുൾ ഹിസ്റ്ററി തന്നെ നമുക്കതിൽ സേവ്ഡ് ആയിരിക്കും. ഓൾ ടൈം അത് സേവ്ഡ് ആയിരിക്കും. ഇനി നമുക്കിപ്പോൾ തൽക്കാലം നോക്കാം, ഈ എമൗണ്ട് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ക്യാൻസലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കതിനകത്തുണ്ട്. കണ്ടോ, ഈ ക്യാൻസൽ ചെയ്ത് നമുക്ക് തിരിച്ച് എത്ര ടൈം കൊണ്ടിട്ട് വരുമെന്നൊന്നും അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. നമ്മൾ അയച്ച എമൗണ്ട് ഇപ്പോൾ തെറ്റായിപ്പോയി, അയ്യോ ഇതല്ലായിരുന്നു വേറെ എമൗണ്ടായിരുന്നു അയക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് ക്യാൻസൽ പ്രസ് ചെയ്ത് സിംപ്ലി ക്യാൻസൽ പ്രസ് ചെയ്താൽ മതി. ക്യാൻസൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എമൗണ്ട് എത്രയാണോ നമ്മൾ അയച്ചിട്ടുള്ളത് ആ ഒരു എമൗണ്ട് അതുപോലെ തന്നെ നമ്മുടെ തിരിച്ച് ഈ വാളറ്റിനകത്ത് വന്ന് കിടക്കുമെന്നുള്ളത് ഇതിൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ്. നമ്മൾ കൺഫേം കൊടുക്കുക. കൺഫേം ചെയ്തതിന് ശേഷം ജസ്റ്റ് വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. തിരിച്ച് നമ്മൾ ഇപ്പോൾ കണ്ടോ അതിൽ 0 ആണ് കാണിക്കുന്നത്. തിരിച്ച് നമ്മുടെ വാളറ്റിൽ വന്നിട്ട് നോക്കാം എത്രയാണ് എമൗണ്ട് അതിൽ കിടക്കുന്നതെന്ന്. കണ്ടോളൂ, 20 റിയാൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് തിരിച്ചും കിട്ടിക്കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്ര മാത്രമേ ഉള്ളൂ ഇതിലെ സ്റ്റെപ്പ്. ഇതിൽ അധികം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണെന്നറിയാം, ഞാൻ ഇവിടുന്ന് ക്യാഷ് അയച്ചു. ഓക്കെ, നാട്ടിൽ ഒരാളുടെ പേരിലേക്ക് ഞാൻ ക്യാഷ് അയച്ചു. ആ ക്യാഷ് അയച്ച ആള് എടുത്തോ ഇല്ലേ, എന്താണ് സ്റ്റാറ്റസ്, ഇവിടെ നിന്ന് നമ്മൾ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണോ എന്താണെന്നുള്ളത് ലൈവായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഈ ആപ്ലിക്കേഷനിൽ ട്രാക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവിടെ എടുത്തു കഴിഞ്ഞു, ക്യാഷ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും അവർ ക്യാഷ് എടുത്തു. ഇനി അപ്പോൾ അവിടെ എടുത്തിട്ടില്ല, നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ അയച്ചിട്ട് അളിയാ എത്തിയിട്ടില്ല, അളിയാ കിട്ടിയിട്ടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വിത്ത് തെളിവ് നമുക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൽ വേറൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, വീഡിയോയ്ക്ക് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ക്യാഷ് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ലൈവായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു. ഓഫ് കോഴ്സ് ഇനി നമുക്ക് കടയിൽ പോയി പർച്ചേസ് ചെയ്യണം, ഒരു സാധനം പർച്ചേസ് ചെയ്യണമെന്നൊക്കെ ഈ STC പേ ഉപയോഗിച്ച് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കടകളിലും ഷോപ്പിംഗ് മാളുകളിലും STC പേ ത്രൂ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ STC പേയിലേക്ക് ഓൾറെഡി മണി ഇട്ട് വെക്കുക. ഓൾറെഡി നമുക്കൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കാം. ഓക്കെ, നാട്ടിലേക്ക് അയക്കാൻ ഇത്ര രൂപ, ഇത്ര റിയാല്, നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട് ഇത്ര റിയാല്, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇത്ര റിയാല്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇത്ര കൊടുക്കാം, എഴുതി വെക്കണം എന്നുള്ളവർക്ക് എഴുതി വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, നമ്മൾ എവിടെ, എന്ത്, എപ്പോൾ, എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഹിസ്റ്ററി എപ്പോൾ വേണമെങ്കിലും. ഇനിയിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കണം, കഴിഞ്ഞ വർഷം ജനുവരി 1-ാം തീയതി ഞാൻ എന്ത് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് കയറി നോക്കിയാൽ മതി, എത്ര രൂപ എവിടെ പോയി, എങ്ങനെ മിസ്സായി എന്നുള്ളതിൻ്റെ കാൽക്കുലേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ മാസം എത്ര ക്യാഷ് ചിലവാക്കി, അടുത്ത മാസം അതിലെങ്ങനെ കുറയ്ക്കാൻ പറ്റും എന്ന് നോക്കുന്നവരാണ് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ പ്രവാസികളും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ്. ഒരു മാസത്തെ ചിലവ് അടുത്ത മാസം എങ്ങനെ കുറയ്ക്കാം, അത്രയും പൈസ എങ്ങനെ നാട്ടിലോട്ട് വിടാം എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉൾപ്പെടെ നമുക്ക് കിട്ടാൻ പറ്റും, നമുക്കിതിൽ നിന്ന് എടുക്കാൻ പറ്റും. എത്ര രൂപ ഞാൻ എന്നിടത്ത് ചിലവാക്കി, എത്ര രൂപ ഞാൻ നാട്ടിലേക്ക് അയച്ചു, എത്ര രൂപ ഈ കടയിലേക്ക് ഞാൻ കൊടുത്തു, എത്ര രൂപ ഞാൻ ഗ്രോസറിക്ക് മേടിച്ചു, എത്ര രൂപ ഞാൻ അനാവശ്യമായി ചിലവാക്കി എന്നുള്ളത് ഉൾപ്പെടെ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമുക്ക് ഇതിനകത്ത് വെക്കാം. ഒരു രൂപ പോലും നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യമില്ല, ഇൻക്ലൂഡിങ് പെട്രോൾ ബങ്കുകളിൽ ഉൾപ്പെടെ ഈ ഒരു പേയ്മെൻറ്റ് ഇപ്പോൾ അതിൻ്റെ അണ്ടർ പ്രോസസ്സിങ്ങിലാണ്. ഓഫ് കോഴ്സ് വരുന്ന ആളുകളിൽ അതും ആപ്ലിക്കബിളായി കിട്ടുന്നതുമായിരിക്കും, അതും ആപ്ലിക്കബിളായി വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്യും, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഒരു 50 റിയാലോ 100 റിയാലോ ഇട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഗുണം എന്താണെന്നും. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ. പിന്നെ ഇംഗ്ലീഷിലോ ഹിന്ദി, വേറെ ഭാഷയിലൊന്നും അറിയരുത്. എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഈ വക ഭാഷകളൊക്കെ അറിയാം. തമിഴിലൊന്നും അടിച്ചുകളയില്ല, ഇത് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ ഈ ഭാഷകളിലൊക്കെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി അഥവാ എനിക്ക് അറിഞ്ഞൂടാത്ത എന്തെങ്കിലും സാധനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഞാൻ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ ആൻഡ് അസ്സലാം.